നാട്ടിലേക്ക് തന്നെ വിമാനത്തിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ചികിത്സാ ചെലവുകളും സർക്കാർ തന്നെ വഹിക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഈ സമയത്ത് പറയുന്നത് ശരിയല്ലെങ്കിലും ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തം തന്നെയാണ്. ഇവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കുമ്പോൾ അന്ന് സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഞങ്ങൾക്കന്ന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ വികസനത്തിന് പ്രതിപക്ഷം എതിര് നിൽക്കുന്നു എന്നുള്ള ഒരു പ്രചരണം കാരണമാണ് ഞങ്ങൾ അന്ന് ഇതിനെ വിമർശിക്കാതിരുന്നത്. വയനാട്ടിലേക്കുള്ള ബദൽ മാർഗങ്ങൾ ഇപ്പോൾ 1994 കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാനത് MP ആണ്. അന്ന് തറക്കല്ലിട്ട പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് 100 കോടി ഉണ്ടെങ്കിൽ അത് ആ പദ്ധതി പൂർത്തിയാകും. അതിന് ഏറ്റെടുത്ത വനഭൂമിക്ക് പകരം ഇരട്ടി ഭൂമി അന്ന് സർക്കാർ നൽകിയിരുന്നു. പേരാമ്പ്രയിലും കൽപ്പറ്റയിലുള്ള വിവിധ പഞ്ചായത്തുകൾ അതിൻ്റെ സ്ഥലം വിട്ടുകൊടുക്കുന്ന കാര്യത്തിലൊക്കെ അവരുടെ ലാൻഡ് വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീടത് മുന്നോട്ട് പോയില്ല. ഇതൊരു ബദൽ മാർഗം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. തുരങ്കപാത മാത്രമല്ല, അതിൽ കാര്യമായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ടായത് ഈ തുരങ്കം പോകുന്ന വഴി കഴിഞ്ഞ ദുരന്തകാലത്ത് ബോഡി ഒഴുകി വന്ന പ്രദേശങ്ങൾ കൂടെയാണ് ഈ തുരങ്കം പോകുന്നത്. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാണും. അല്ല, നിർമ്മാണ കമ്പനിയെ പറഞ്ഞാൽ അതേപടി അങ്ങ് വിശ്വസിക്കേണ്ടല്ലോ. അതിനെക്കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തും. അതുവരെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കും. അല്ല, അത് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. വിദഗ്ധരെ തന്നെ നിയമിക്കും. അല്ലാതെ ഞങ്ങൾ അതിന് രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലല്ല കാണുന്നത്. ഞങ്ങൾക്ക് അന്ന് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ശരിയാണ്. പക്ഷേ ഈ ഒരു ദുരന്തം ഉണ്ടായ സ്ഥിതിക്ക് ഇനി ഭാവിയിൽ ആവർത്തിക്കരുത്. ഇപ്പം മേപ്പാടിയിലെ മറ്റേ ദുരന്തം ഉണ്ടായി, അത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും അന്ന് ആഹ്വാനം ചെയ്തതാണ്. പക്ഷേ വീണ്ടും ദുരന്തം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ ദുരന്തമൊക്കെ ഒഴിവാക്കാം. ഈ ദുരന്തം മറ്റേത് പറയാൻ കഴിയില്ല, കാരണം പ്രകൃതിയുടേതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈയൊരു മേപ്പാടിയിലൊരു ദുരന്തം ഉണ്ടായിട്ട് പോലും എന്തിന് സർക്കാർ തുരങ്കപാത തിരഞ്ഞെടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ജനത്തിന് സംശയമുണ്ട്. ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ട്. പക്ഷേ അന്ന് പ്രതിപക്ഷം എല്ലാത്തിനും തടസ്സം നിൽക്കുന്നു. ഞങ്ങളോട് പല സംഘടനകളും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എതിർക്കാൻ പാടില്ല. ഞാൻ അന്ന് സൂചിപ്പിച്ചതാണ് ഈ 100 കോടി ഉണ്ടെങ്കിൽ ബദൽ അത് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ഉണ്ടായിരുന്നു. അത് പേരാമ്പ്രയിൽ വന്നപ്പോൾ അന്ന് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ LDF കാരായിരുന്നു അന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ നിവേദനം കൊടുക്കുക മുഖ്യമന്ത്രിക്ക് ഈ ബദൽ പാതയ്ക്ക് വേണ്ടി, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ അവർ നിവേദനം കൊടുത്തപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് പേരാമ്പ്രയിൽ സഫാരി പാർക്ക് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. അല്ലാതെ ബദൽ പാതയെക്കുറിച്ചല്ല. ബദൽ പാത തുരങ്കപാതയാണെന്ന് അന്നത്തെ മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞു. ഏതായാലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ അവിടെ ചെന്ന് മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും രസം, അതേ വയനാട്ടിലാണ് കോടിക്കണക്കിന് ഉപകരണങ്ങൾ വെച്ച് പൂട്ടിയിട്ടുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ സ്കീമിലും കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്ന ഉപകരണങ്ങൾ അത് വയനാട്ടിൽ തന്നെ അത് പൂട്ടിയിട്ടു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും അതൊക്കെ പരിഹരിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്.